ഹലോ ഗൈസ്, പത്തരമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദർശ മുത്തശ്ശനോട് പറയണം കേട്ടോ. അങ്ങനെ മുത്തശ്ശൻ്റെ പേര് കളഞ്ഞിട്ട്, അങ്ങനെ മുത്തശ്ശൻ്റെ പേര് കൊന്നു കളഞ്ഞിട്ട് എനിക്കങ്ങനെ ഒരു പേരും വേണ്ട എന്ന് പറയും കേട്ടോ. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെ അല്ലട മോനെ, ഞാൻ ജനിക്കുന്നതിന് മുമ്പേ നമ്മുടെ കുടുംബക്കാർ സ്വർണ്ണ ബിസിനസ്സിലുള്ളതാണ്. പക്ഷേ ഇന്ന് ആ കമ്പനി അറിയുന്ന എൻ്റെ പേരിലാണ്. ഞാനത് അവരെക്കാളും നന്നായി നോക്കിയത് കൊണ്ടാവാം ഒരു പക്ഷേ അതിപ്പോൾ എൻ്റെ പേരിൽ അറിയപ്പെടുന്നത്. അതിലും ഉയർന്ന രീതിയിലാണ് നീ ഇപ്പോൾ കമ്പനി മുമ്പോട്ട് കൊണ്ടുവന്നത്. അപ്പം നാളെ അത് നിൻ്റെ പേരിൽ അറിയപ്പെടണം. അങ്ങനെ ചെയ്യുന്നതാണ് മനുഷ്യകുലത്തിൻ്റെ വിജയം. അല്ലാതെ ഇന്നയാളുടെ പേരിൽ അറിയപ്പെട്ടാൽ മതി എന്നോർത്തിരിക്കരുത് എന്ന് പറയുക കേട്ടോ. അത് കഴിയുമ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എപ്പോഴത്തേക്കാണ് പോകുന്നത്? ഒരാഴ്ചത്തേക്കല്ലേ നിങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നതെന്നൊക്കെ ചോദിക്കുക കേട്ടോ. ഇതൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ ജലജ എന്ത് രീതിക്കാണ് ഇതെന്താ ഈ പറയുന്നത്, ഇവരെവിടെ പോവാ എന്നോർത്തിങ്ങനെ പയ്യെ പുറകിൽ നിന്ന് കേൾക്കുക കേട്ടോ, മാറി നിന്ന്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും ഇപ്പോഴെങ്കിലും രണ്ടുപേർക്കും ഒരുമിച്ചൊരു ഹണിമൂൺ ട്രിപ്പൊക്കെ പോകണമെന്ന് തോന്നിയല്ലോ, അത് തന്നെ വലിയ കാര്യം. പണ്ഡിതൻ അന്ന് തന്നെ പറഞ്ഞതാണ് നിങ്ങൾക്കുണ്ടാവുന്ന കുഞ്ഞ് വളരെ പ്രത്യേകതകളുള്ള ഒരു കുട്ടിയായിരിക്കുമെന്ന്. മൂത്ത കൊച്ചുമോനായിട്ട് മാത്രമല്ല മുത്തശ്ശന് നിങ്ങളുടെ കുഞ്ഞിനെ കാണണമെന്ന് ആഗ്രഹം. ആ കുട്ടിക്ക് അതുപോലെ പ്രത്യേകത ഉണ്ടെന്ന് പണ്ഡിതർ പറഞ്ഞുകൊണ്ട് എനിക്ക് അവനെ കാണുന്ന വലിയ ആഗ്രഹമുണ്ടെന്നുള്ള രീതി മുത്തശ്ശൻ പറയുക കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നയനെ ആദർശം പരസ്പരം നോക്കി നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്ന ജാനകീനെയാണ് കേട്ടോ. ജാനകി അനാമികയും ദേവയാനിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവയാനി പറയുക, മോള് വിഷമിക്കണ്ട, മോൾക്ക് അന്നത്തെ പോലെ തന്നെ ഒരു മാല വലിയമ്മ മേടിച്ചു തരാം, ഇനി എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഒക്കേഷൻ വരട്ടെ എന്നുള്ള രീതി പറയുക കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അനാമിക പറയുന്നുണ്ട്, എനിക്ക് മാലയൊന്നും വേണ്ട വല്യമ്മേ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ചിലച്ച ഒന്നും അറിയാത്ത പോലെ വന്നിട്ട് പറയാണ്, ഊട്ടിയാണോ കൊടൈക്കനാലാണോ, ഇനി വല്ല ഹിമാലയത്തിലോട്ടോ ജമ്മു ആൻഡ് കാശ്മീരിലോട്ടാണോ എന്ന് പോലും അറിയാൻ പാടില്ല എന്നിങ്ങനെ പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവയാനിയൊക്കെയാണ്, നീ എന്തേ പറയുന്നത്? അല്ല ഹണിമൂൺ ട്രിപ്പേ, ഹണിമൂൺ പോകുന്നത് എങ്ങോട്ടാന്ന് ചോദിക്കുമായിരുന്നു എന്നിങ്ങനെ പറയും കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും പെട്ടെന്ന് ജാനകി അനാമികേനെ നോക്കിയിരിക്കുകയാണ്. മോള് ഹണിമൂൺ ട്രിപ്പ് പോവാണോ, എന്നിട്ട് അമ്മയോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും അനാമിക പറയുകയാണ്, ഞാനെവിടെയും പോകുന്നില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും ദേവയാനി ചോദിക്കുകയാണ്, നീ പിന്നെ ആരുടെ കാര്യമാണ് ജലജയെ പറയുന്നത്? അപ്പം ഏട്ടത്തി അറിഞ്ഞില്ലേ, ആദർശം നയനയും കൂടെ ഹണിമൂൺ ട്രിപ്പ് പോവുക എന്നിങ്ങനെ പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ദേവയാനിക്ക് അടി കിട്ടിയ പോലെ ആവുകയാണ്. അപ്പോൾ ജാനകിയും പറയുകയാണ്, ഏട്ടത്തി അറിഞ്ഞില്ലേ, അവൾ വശീകരിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും, അല്ലേ തന്നെ ഇപ്പം അനിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായുള്ളൂ, ഇത്രയും നാൾ പോവാത്തവർ ഇപ്പം തന്നെ പോകുന്നത് അത് എൻ്റെ മോളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലേ എന്നിങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അതിനെനിക്കും കൂടെ തോന്നണ്ടേ എന്ന് പറഞ്ഞ് അവിടുന്ന് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോവുക കേട്ടോ. അപ്പോഴേക്കും ജാനകി പറയുകയാണ്, ഇപ്പം കണ്ടില്ലേ, അങ്ങനെ അവർ പോകുമ്പോൾ അനിയും അനാമികയും തമ്മിൽ ഉടക്കുണ്ടാക്കണം, അതിനുവേണ്ടി തന്നെയായിരിക്കും അവളിപ്പോൾ ആദർശനെ വിളിച്ചുകൊണ്ട് പോകുന്നത് എന്നിങ്ങനെ പറയുക കേട്ടോ. പിന്നെ കാണിക്കുന്ന അനാമികേനെയാണ്. അനാമിക നേരെ എന്ന് അനിയോട് പറയുകയാണ്, നിൻ്റെ ഏട്ടനും ഏട്ടത്തിയൊക്കെ കൂടെ ഹണിമൂണിന് പോവാ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നമുക്കും പോകണ്ടേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ അനി പറയാണ്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്ന സ്വഭാവവും ശീലവും എനിക്കില്ല, അതിൻ്റെ ആവശ്യവും എനിക്കില്ല എന്ന് പറയും കേട്ടോ. എന്നിട്ട് പറയണേ, എപ്പോഴാണോ നീ എന്നെ സ്നേഹിക്കുന്നത് അപ്പോൾ നമുക്ക് പോകാം, നമ്മൾ തമ്മിൽ എപ്പോഴാണോ പ്രശ്നങ്ങളില്ലാത്തൊരു സമയം ഉണ്ടാകുന്നത് അപ്പോൾ ആലോചിക്കാം. എൻ്റെ ഏട്ടനും ഏട്ടത്തിയും തമ്മിൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഏട്ടത്തി ഒരുപാട് സ്നേഹത്തോടെ ഏട്ടനോട് പെരുമാറി സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തിയതാണ് ഈ വീട്ടിലുള്ള എല്ലാവരെയും ഏട്ടനെ, അങ്ങനെ നീയും ചെയ്യുന്ന കാലത്ത് നമുക്ക് ആലോചിക്കാം എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും അനാമിക പറയണേ, അവരുടെ ഒരു മന്ദരയാ, എനിക്ക് അവരെ പോലെ ഒന്നും അഭിനയിക്കാൻ അറിയാൻ പാടില്ല, കള്ളത്തരം പറഞ്ഞ് കുരുട്ടുബുദ്ധിയും കൊണ്ട് ഓരോരുത്തരെ തമ്മിൽ അടിയുണ്ടാപ്പിക്കുന്ന പരിപാടി എനിക്കറിയത്തില്ല എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും എനിക്ക് ദേഷ്യം വരുവാണ്. അനി പറയാണ്, നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവരെ ഇവരൊന്നും വിളിക്കരുതെന്ന്. അപ്പോഴേക്കും അനാമിക ദേഷ്യപ്പെട്ട് അകത്തോട്ട് കയറി പോവുക കേട്ടോ. പിന്നെ കാണിക്കുന്ന നവ്യേനെയാണ്. നവ്യ നയനെ കാണുമ്പോൾ പറയുന്നുണ്ട്, ഹണിമൂൺ പോവല്ലേ, എല്ലാം ഞാൻ അറിഞ്ഞായിരുന്നു, എന്തായാലും നിങ്ങൾ പോയി അടിച്ച് പൊളിച്ചിട്ട് വാ എന്നൊക്കെ പറയുന്ന സമയത്ത് നയന പറയുകയാണ്, ഒന്നും എൻ്റെ പ്ലാനല്ല, ആദർശേട്ടൻ്റെ പ്ലാനാന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് ജലജ അങ്ങ് വരും കേട്ടോ. അപ്പം ജലജയെ കാണുമ്പോഴത്തേക്കും നവ്യ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു മോനുണ്ടായിരുന്നല്ലോ, എന്നെ ഇപ്പം പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ദൂരെയൊന്നും കൊണ്ടുപോകണ്ട, ഇവിടെ അടുത്തുള്ള സ്ഥലത്തെങ്കിലും കൊണ്ടുപോകാമല്ലോ, അത്രയും ഒന്നും പുറത്തു കൊണ്ടുപോയി ചുറ്റിക്കാൻ അവന് പറ്റത്തില്ലേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, നിന്നെയും കൊണ്ട് തന്നെ അവൻ ചുറ്റിയിട്ടിരിക്കുവാണ്, ഇനി നിന്നെയും കൂട്ടിക്കൊണ്ടുപോയി ചുറ്റേണ്ട കാര്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുവാണ്. അപ്പോഴേക്കും നവ്യ പറയാണ്, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, നിങ്ങളെപ്പറ്റി എനിക്ക് പലരും പറഞ്ഞും പറയാണ്ടും അറിയാം, നിങ്ങൾ അബി ഉണ്ടായിക്കഴിഞ്ഞ് അബിയുടെ അച്ഛൻ്റെ അടുത്തുനിന്ന് മാറി താമസിച്ചതാണ്, പിന്നെ അങ്ങേരെ കണ്ടിട്ടില്ല, അതിൻ്റെ ഒരു കോംപ്ലക്സ് നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് ആരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നത് ഇഷ്ടമല്ല എന്നിങ്ങനെ പറയുക കേട്ടോ.
അപ്പോഴത്തേക്കും ജലജ പറയാണ്, എടി മിണ്ടാതിരുന്നു, നിനക്ക് എൻ്റെ ഒരു കാര്യം അറിയാൻ പാടില്ല എന്ന് പറയുമ്പോൾ നയന പറയാണ്, അത് ചേച്ചി പറഞ്ഞതും കറക്റ്റാ. എന്തോ അപ്പച്ചിക്ക് ആരും സന്തോഷവും സമാധാനമായിട്ട് ജീവിക്കുന്ന ഇഷ്ടമല്ല, എന്തൊക്കെയോ കോംപ്ലക്സ് ഉണ്ട്, അതാണ് ഈ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പോഴേക്കും ജലജ പറയാണ്, എടി ഞാൻ മനസ്സൊന്നും അറിഞ്ഞ് പ്രാഗി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിൻ്റെ പൂക്കം നടക്കുകയില്ല, ഒന്നും നടക്കുകയില്ല എന്ന് പറയുമ്പോൾ നയനയ്ക്ക് ചെറുതായിട്ടൊന്ന് പേടിയാവുന്നു കേട്ടോ. നയനൊന്നും പിന്നെ മിണ്ടുന്നില്ല. അതേ സമയത്ത് നവ്യ പറയാണ്, നിങ്ങൾ പ്രാകാനൊക്കെ വരട്ടെ, നിങ്ങൾ എന്നിട്ട് 2 ഓറഞ്ച് ജ്യൂസ് എടുക്കുക, ഒരെണ്ണം എനിക്കും ഒരെണ്ണം അവക്കും, എന്തായാലും പുറത്തോ കൊണ്ടുവന്നില്ല, മോനെ കൊണ്ടോ ഒരു ഉപയോഗമില്ല, നിങ്ങളെ കൊണ്ടേലും എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും നോക്കട്ടെ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും ജലജ പറയാണ്, ഞാനോ? അപ്പം നവ്യ വേണമെന്ന് പറയുന്നുണ്ടെങ്കിലും നയന പറയുന്നുണ്ട് കേട്ടോ, എനിക്കെങ്കിലും വേണ്ട ഓറഞ്ച് ജ്യൂസ് എന്ന് പറയുവാണ്. അപ്പോഴേക്കും നവ്യ പറയാം, അത് വേണ്ട, ഇവരുണ്ടാക്കിക്കൊണ്ട് വരും, നമുക്കത് കുടിക്കാം എന്ന് പറഞ്ഞിട്ട് പറയണം, പെട്ടെന്നാട്ടെ 2 ഓറഞ്ച് ജ്യൂസ് വേണം, അത് കഴിഞ്ഞ് വന്നിട്ട് കുഴമ്പിട്ട് എൻ്റെ കാലും കൈയൊക്കെ ഒന്ന് തിരുമ്മി തരണം, നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം വേണ്ടേ, നാക്കിന് ഇഷ്ടം പോലെ നീളമുണ്ടല്ലോ, ശരീരം അതനുസരിച്ച് എന്തെങ്കിലും അനങ്ങി പണിയെടുക്കുക എന്നിങ്ങനെ പറയാം കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വരുവാണ് ജലജയ്ക്ക്. ജലജ അവിടെ നിന്ന് പോവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും കാണിക്കുന്ന ആദർശിനെ നയനേനെയാണ്. ആദർശ് മുറിയിടിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, തണുപ്പൊക്കെ ഉള്ളിടത്തോട്ടാണ് പോകുന്നത്, അതനുസരിച്ചുള്ള തുണിയൊക്കെ എടുത്തു വെക്കണം, ഒരാഴ്ച എന്ന് പറഞ്ഞാലും ചിലപ്പം 10 ദിവസം വരെയൊക്കെ ആവാൻ സാധ്യതയുണ്ടെന്ന് പറയും കേട്ടോ. ഇപ്പോഴേക്കും നയന പറയുന്നുണ്ട്, അതനുസരിച്ച് അതുപോലെ വേണ്ട തുണിയൊക്കെ ആദർശേട്ടാ എടുത്തു വെക്കുന്നതെന്ന് പറയുവാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇങ്ങനൊരു യാത്ര ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഒക്കെ കൂട്ടായിരുന്നു, സാരമില്ല, ഇനി പോകുമ്പോൾ അവരെയൊക്കെ കൂട്ടി സന്തോഷമായിട്ട് നമുക്ക് പോവാം, എല്ലാത്തിനും ഒരു മാറ്റം വരും എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴേക്കും നയന പറയുവാണ്, ശരി ആദർശേട്ടാ, അച്ഛൻ അമ്മയൊന്നും അങ്ങനെ ഒരിക്കലും പോയിട്ടില്ല, സാമ്പത്തികമായിട്ട് കാശൊന്നും കളയാൻ പാടില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരിക്കലും അവർ ചിന്തിച്ചിട്ട് പോലുമില്ല, പിന്നെ ഇപ്പം വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞേക്കുന്നത് എന്തിനാണെന്ന് അറിയത്തില്ല എന്നിങ്ങനെ പറയുക കേട്ടോ. പിന്നെ കാണിക്കുന്ന കനകേനെയും ഗോവിന്ദനെയും നന്ദുവിനെയാണ്. അവർ തിരക്കിട്ട പാചകത്തിലോട്ടോ. ആദർശനും നയനയ്ക്ക് യാത്ര പോകാൻ നേരത്ത് കൊണ്ടുപോകാൻ വേണ്ടി കുറേ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുവാണ്. അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, ഇത്രയും മതി, 2 പേരല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും കനക പറയുകയാണ്, കുറച്ച് നവ്യ മോൾക്കൂടെ കൊടുക്കാം, അവൾക്ക് കഴിഞ്ഞ തവണ കൊണ്ടുപോയതെല്ലാം തീർന്നു കാണും എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയാണ്, അവളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു സന്തോഷവും എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദൻ പറയാണ്, അഭി മാറുമെന്ന് എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല, എങ്കിലും നവ്യയ്ക്ക് മാറ്റമുള്ളത് ഒരുപാട് നല്ല കാര്യമാണ്, അവൾക്കുണ്ടാകുന്ന കുഞ്ഞിലും അതിനൊക്കെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തും എന്നിങ്ങനെ പറയും കേട്ടോ. അത് കഴിയുമ്പോൾ പറയണം, നയനമൊക്കെ ഒരുപാട് സന്തോഷമായി കാണും എന്ന് പറയുമ്പോൾ നന്ദുവും പറയുന്നുണ്ട്, അത് നേരാ, കാശ് കളയരുതെന്നോർത്ത് ഒരുപാട് ഒതുങ്ങി ആണ് ചേച്ചി ജീവിച്ചത്, ഇനിയിപ്പോൾ ചേച്ചി പാറി നടക്കട്ടെ എന്നിങ്ങനെ നന്ദുവും പറയും കേട്ടോ. അങ്ങനെ അവരിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് പാക്ക് ചെയ്യുവാണ്. പിന്നെ കാണിക്കുന്നത് ജാനകിനെയും ജലജേനെയും ദേവയാനിനെയും കേട്ടോ. അവർ ആദർശം നയനെയും പോകുന്നത് തീരെ ഇഷ്ടപ്പെടാതെ അതിലെ കൂടി ഇങ്ങനെ ഒരു സമാധാനം ഇല്ലാതെ നടക്കുവാണ്. അപ്പം ജലജ ഇങ്ങനെ എഴുതിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കും കേട്ടോ. ജലജ പറയാണ്, ഇപ്പം തന്നെ ഇവർക്ക് ഈ യാത്ര പോകേണ്ട വല്ലോ കാര്യമുണ്ടോ? എന്തായാലും അതെങ്ങനെയും മുടക്കണം ഏട്ടത്തി, അല്ലെങ്കിൽ പിന്നെ അനാമിക അനിയും തമ്മിൽ അത് പറഞ്ഞ് അടിയാവും എന്നിങ്ങനെ പറയും കേട്ടോ. അദ്ദേഹം ജാനകി പറയാണ്, ഇപ്പം തന്നെ പോകുന്നതിന് കാരണം ഇത്രയും നാളായിട്ട് 2ആയിട്ട് കഴിഞ്ഞുകൊണ്ടല്ലേ, പക്ഷേ അതെന്തായാലും ഒരു നല്ല വാർത്ത തന്നെയായിരുന്നു ഏടത്തി, അവളുടെ കുഞ്ഞ്, ആദർശിൻ്റെ കുഞ്ഞ് അവളിലുണ്ടാവരുത്, അത്രയ്ക്ക് അതപ്പതിച്ചൊരു ഇതിലാണോ കുഞ്ഞുണ്ടാവേണ്ടത്, ആദർശിൻ്റെ കുഞ്ഞുണ്ടാവേണ്ടേ എന്നുള്ള രീതിയിൽ ജാനകി ചോദിക്കും കേട്ടോ. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ദേവയാനി ജാനകിയോടും ജലജയോടുമായിട്ട് പറയാണ്, അതൊക്കെ ശരിയാണ്, പക്ഷേ യാത്ര മുടക്കാനൊന്നും പറ്റത്തില്ല, നമ്മൾ മാത്രമായിരിക്കുമല്ലോ എതിർക്കാൻ ശ്രമിക്കുന്നത്, പക്ഷെ അത് സപ്പോർട്ട് ചെയ്ത് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, അച്ഛനും ജയേട്ടനും അജയനും ഒക്കെ, അവരൊക്കെ നമ്മളെക്കാളും കൂടുതൽ ഈ യാത്രയ്ക്ക് എങ്ങനെയാലും ഇവരെ പറഞ്ഞു വിടണം എന്നുള്ള രീതിയിലായിരിക്കുന്നത്, എന്ത് ചെയ്യാനാ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞ് ആദർശം നയനയുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് കേട്ടോ. റെഡിയായിട്ട് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് അനാമിക അവിടെ ഇരുന്ന് പറയുവാണ്, 2 പേരും ഹണിമൂണൊക്കെ പോവാന്ന് കേട്ടല്ലോ, അതും ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഹണിമൂൺ പോകേണ്ട സമയത്ത് എന്നുള്ള രീതിയിൽ പറയും കേട്ടോ. അപ്പോഴേക്കും ആദർശം വരുന്നുണ്ട്, ഞങ്ങളിപ്പോൾ ഹണിമൂണിനല്ല പോകുന്നത്, നയനയുടെ വീട് വരെയാണ് പോകുന്നത് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, ആ വീട്ടിലെങ്ങനെയാണ് പോകുന്നത്, ആ വീട്ടിൽ എന്ത് മണമാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നയന പറയാണ്, ആ മണത്തിലാണ് ഞാൻ വളർന്നത്, എനിക്കവിടെ നിൽക്കുന്നതിൽ ഒരു കുഴപ്പമില്ല, പിന്നെ നിന്നെപ്പോലെ ഈ വീട്ടിലോട്ട് കയറി വരാൻ അർഹതയുണ്ടായിട്ട് കയറി വന്നതും അല്ല ഞങ്ങൾ തമ്മിൽ ആഗ്രഹിക്കാതെയാണ് വിവാഹം കഴിച്ചത്. അത് കഴിയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ്, അത് കഴിഞ്ഞിപ്പോൾ ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചു തുടങ്ങുക എന്നിങ്ങനെ പറയുമ്പോഴേക്കും അനാമിക പറയാണ്, അതിലും വലിയ മണമുള്ള ഒരാളല്ലേ, ദുർഗന്ധമല്ലേ ആദർശേട്ടൻ ജീവിതത്തിൽ എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട്,
ഇവളെനിക്ക് ദുർഗന്ധമൊന്നുമല്ല. ഞങ്ങൾക്ക് പരസ്പരം തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറി ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചു തുടങ്ങിയിരിക്കുകയെന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ അനാമികയ്ക്ക് മുഖത്തൊരു പുച്ഛഭാവമാണ്. അത് കഴിയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, ഈ വീട്ടിലുള്ളവർ പലതും പറഞ്ഞോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിനക്കെന്നെ അനിയത്തിയുടെ സ്ഥാനം. അപ്പം നീ പറയുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കും, നീ പ്രതീക്ഷിക്കേണ്ട. അതനുസരിച്ചുള്ള സംസാരം മതിയെന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും അനാമികയ്ക്ക് അടി കിട്ടിയ പോലെ ആവുകയാണ്. എന്നിട്ട് നയന പറയുന്നുണ്ട്, ഞാനും ആദർശേട്ടനും തമ്മിൽ ഇപ്പം എങ്ങനെയാണോ അടുത്ത്, അതുപോലെ തന്നെ നീ അനിയെ ജീവിതത്തിലോട്ട് സ്വന്തമാക്കാൻ നോക്കിക്കൂടുക. അല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ നീയും കയറി ഇടപെടരുതെന്ന് പറയും കേട്ടോ. അതുകൊണ്ട് കേൾക്കുമ്പോൾ അനാമികയ്ക്ക് നല്ല ഇൻസൾട്ട് ആവുകയാണ്. അങ്ങനെ അവരവിടെ നിന്ന് പോയി കഴിയുമ്പോൾ തന്നെ അനാമിക രേവതിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുവാണ്. എന്നിട്ട് രേവതിയോട് പറയാണ്, ഓ ഇവർ ഹണിമൂൺ പോവാ, അമ്മ അത് എങ്ങനെയെങ്കിലും ഒന്ന് കൊളാക്കണം എന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പോഴത്തേക്കും രേവതി പറയാം, ആ അത് ഞാൻ ശരിയാക്കാം മോളെ. അവിടെ വന്നിട്ട് ദേവയാനീനെ ഒന്ന് ദേഷ്യം പിടിപ്പിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അത് ഞാൻ നോക്കിക്കോളാം. അമ്മ ഇപ്പം തന്നെ അങ്ങ് വരാമെന്ന് പറയും കേട്ടോ. എന്നിട്ട് എങ്ങനെയെങ്കിലും ആ ട്രിപ്പ് കുളമാക്കാം. അവർ രണ്ടും തിരിച്ചു വരുമ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അവസ്ഥയിലോട്ട് ഞാൻ കാര്യങ്ങൾ എത്തിച്ചോളാം എന്ന് പറയുവാണ്. അതൊക്കെ കേട്ട് സന്തോഷിച്ച് നിൽക്കുന്ന അനാമികനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്